നമസ്കാരം. ധനുഷ് PEC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസർ, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാം സിവിൽ എക്സൈസ് ഓഫീസർ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞവർക്ക് പോലീസ് എക്സാമിനേഷൻസ്, പോലീസ് തസ്തികകളിലേക്ക് നടക്കുന്ന യൂണിഫോം തസ്തികകളിലേക്ക് നടക്കുന്ന എക്സാമിന് അതിന് തയ്യാറെടുക്കുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തത്, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? നെപ്പോളിയൻ. നെപ്പോളിയൻ. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തിയാണ് നെപ്പോളിയൻ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം പ്രസ്താവനകൾ തെറ്റാണ്. ലാഹോർ സമ്മേളനം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തത്, ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. മറ്റൊന്ന്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ലാഹോർ സമ്മേളനം ഒന്ന് പൂർണ്ണ സ്വരാജ്, മറ്റൊന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി. ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയായിരുന്നു ഉള്ളത്? ഡൽഹിയിലാണ്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി. ഷാമാൽ. ഷാമാൽ ബരാട്ട്. ഷാമാൽ ബരാട്ട്. ഷാമാൽ ബരാട്ട് എന്ന സ്ഥലമാണ്. മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ്. ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ ആണ്. ഒന്നുകൂടി, ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, ഷമാൽ ബരാട്ട്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, ഷമാൽ ബരാട്ട്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ എന്നീ സ്ഥലങ്ങളിലാണ് അവർ യുദ്ധം ചെയ്തു പോന്നിരുന്നത്. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1865. 1865 പണ്ടാരപ്പാട്ട വിളംബരം. 1865 പണ്ടാരപ്പാട്ട വിളംബരം 1865. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആൻഡ് ഫിഷറീസുമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 2 പ്രസ്താവനകളുണ്ട്. ഒന്ന്, ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും. ഇതിൽ ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ എ ആണ് ശരിയായി വരുന്നത്. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ആ പ്രസ്താവന ശരിയാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. അതും ശരിയാണ്. ബിയുടെ വിശദീകരണമാണ് എ ആയിട്ട് വരിക. ബിയുടെ വിശദീകരണമാണ് എ. എന്തുകൊണ്ട് മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും? കാരണം ഉപ്പ് തടാകങ്ങൾ
എപ്പോഴും മരുഭൂമികളിൽ സാധാരണയായി കാണുന്നത് കൊണ്ടാണ്. അടുത്തത്, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഇരുമ്പും നിക്കലുമാണ്. ഇരുമ്പ്, നിക്കൽ എന്നിവയാണ് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ. അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും നിക്കലുമാണ്. ഇരുമ്പും നിക്കലുമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 1ഉം 4ഉം വ്യക്തമായ പ്രസ്താവനകളാണ് അല്ലേ? നോക്കാം. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ലാബ്രഡോർ പ്രവാഹം, ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഇങ്ങനെയുള്ള ഫാക്ട്സ് പഠിച്ചു വെക്കുക. എപ്പോഴും ഈ ഫാക്ട്സുകൾ തന്നെ ചോദിക്കാറുണ്ട്, എപ്പോഴും റിപ്പീറ്റ്. അപ്പോൾ ശരിയായ തെറ്റായത് എഴുതാൻ പറയുമ്പോൾ അതിൻ്റെ ആൻസർ പഠിക്കുമ്പോഴത്തേക്കിനും ശരി പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ, PSC കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ശരി പ്രസ്താവന ശക്തമായിട്ടും അത് പഠിച്ചിരിക്കണം. കാരണം ആ പ്രസ്താവനകൾ എപ്പോഴും PSCയുടെ കണ്ണിൽ ഉള്ളതാണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഒരു ശീതജല പ്രവാഹം അപ്പോൾ ഏതാണ്? ലാബ്രഡോർ പ്രവാഹമാണ്. ഇനി ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ലാബ്രഡോർ കാണുന്ന അറ്റ്ലാന്റിക്കിലാണെങ്കിൽ ഒയാഷിയോ കാണുന്ന എവിടെയാണ്? പസഫിക്കിലാണ്. ലാബ്രഡോർ, ഒയാഷിയോ എന്നിവ രണ്ടും എന്താണ്? ശീതജല പ്രവാഹങ്ങളാണ്. ലാബ്രഡോർക്ക് എവിടെ കാണപ്പെടാം? അറ്റ്ലാന്റിക് ആൻഡ് ഒയാഷിയോ ടു പസഫിക്. ലാബ്രഡോർ, അറ്റ്ലാന്റിക്, ഒയാഷിയോ, പസഫിക്. ലാബ്രഡോറും ഒയാഷിക്കും ശീതജല പ്രവാഹങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി ആണ്. അടുത്തത്, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും കണ്ടെത്തുക. ഇവിടെ ഇതിന് വ്യക്തമായ ആൻസർ ഇല്ല. ലിസ്റ്റ് 1ൽ ദാമോദർ നദി, ഗോദാവരി നദി, കൊയ്ന നദി, ബ്രഹ്മപുത്ര നദികളുണ്ട്. ലിസ്റ്റ് 2ൽ ആസാമിൻ്റെ ദുഃഖം, ദക്ഷിണ ഗംഗ, മഹാരാഷ്ട്രയുടെ ജീവനാഡി, ഇന്ത്യയുടെ ചുവന്ന നദി. ഇതിന് കറക്റ്റായ ഒരു മാച്ചിങ് അവിടെ ഇല്ല. അപ്പോൾ ആസാമിൻ്റെ ദുഃഖം എന്ന് പറഞ്ഞ ഏത് നദിയാണ്? ആസാമിൻ്റെ ദുഃഖം, ആസാമിൻ്റെ ദുഃഖം അതാരാണ്? ബ്രഹ്മപുത്രയാണ് ആസാമിൻ്റെ ദുഃഖം. ആസാമിൻ്റെ ദുഃഖം ശരിക്കും ആരാണ്? ബ്രഹ്മപുത്ര നദിയാണ് ആസാമിൻ്റെ ദുഃഖം എന്ന് പറയുന്നത്. അതിവിടെ ഉണ്ടല്ലേ. ഇനി ദക്ഷിണ ഗംഗ ആരാണ്? ദക്ഷിണ ഗംഗ എന്ന് പറയുന്നത് കാവേരിയാണ്. ദക്ഷിണ ഗംഗ എന്ന് പറയുന്നത് കാവേരിയാണ്. ആസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര നദിയാണെങ്കിൽ ദക്ഷിണ ഗംഗ എന്ന് പറയുന്നത് ആരാണ്? കാവേരിയാണ് അല്ലേ? എന്നാൽ വൃദ്ധഗംഗ ആരാണ്? ഗോദാവരിയാണ്. വൃദ്ധഗംഗയാണ് ആര്? ഗോദാവരി. ദക്ഷിണ ഗംഗ കാവേരിയാണെങ്കിൽ വൃദ്ധഗംഗ ആരാണ്? ഗോദാവരിയാണ്. ഇനി ഇന്ത്യയുടെ ചുവന്ന നദി എന്ന് പറയുന്ന ആരാണ്? ചുവന്ന നദി എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്? ചുവന്ന നദി എന്ന് പറഞ്ഞാൽ ആരാണത്? ബ്രഹ്മപുത്ര തന്നെയാണ് ആര്? ചുവന്ന നദി. ആസാമിൻ്റെ ദുഃഖവും ബ്രഹ്മപുത്രയാണ്. ചുവന്ന നദിയും ആര് തന്നെയാണ്? ബ്രഹ്മപുത്രയാണ്. ഓക്കെ. ദക്ഷിണ ഗംഗ ആരാണ്? കാവേരിയാണ്. വൃദ്ധഗംഗ ആരാണ്? ഗോദാവരിയാണ്. ഇനി ഇതിൻ്റെ ഒരു കാര്യം കൂടി, ഈ ദാമോദർ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ബംഗാളിൻ്റെ ദുഃഖമാണ്. ബംഗാളിൻ്റെ ദുഃഖമാണ് ആര്? ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖമാണ് ദാമോദർ. ജൈവ മരുഭൂമി എന്നും ദാമോദറിനെ പറയാറുണ്ട്. ബംഗാളിൻ്റെ ദുഃഖം ജൈവ മരുഭൂമി എന്നും ആരെ പറയാറുണ്ട്? ദാമോദറിനെ പറയാറുണ്ട്. ഓക്കെ. അസാമിൻ്റെ ദുഃഖം അല്ലേ? അസാമിൻ്റെ ദുഃഖം എന്താണ്? ബ്രഹ്മപുത്രയാണ്. അതുപോലെ ചുവന്ന നദി ആരാണ്? ബ്രഹ്മപുത്രയാണ്. ദക്ഷിണ ഗംഗ ആരാണ്? കാവേരിയാണ്. വൃദ്ധഗംഗ ആരാണ്? ഗോദാവരിയാണ് അല്ലേ? ഇനി ദാമോദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബംഗാളിൻ്റെ ദുഃഖമാണ് ദാമോദർ. ഇവിടെ ദാമോദർ വാലി എന്ന് പറയാറുണ്ട് അല്ലേ? ദാമോദർ വാലി നമുക്കറിയാം. ദാമോദർ വാലി എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണെന്ത്? ദാമോദർ വാലി എന്നൊക്കെ പറയുന്നത് അല്ലേ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണെന്ത്? ദാമോദർ വാലി അല്ലേ? ഗോദാവരി നദിയെക്കുറിച്ച് നമുക്കറിയാം. എന്തറിയാമായിരുന്നു? ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുതാണ്. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുതാണ് ആര്? ഗോദാവരി. എപ്പോഴും PSCയുടെ ചോദ്യങ്ങളിൽ പെടുന്ന ഒന്നാണത്.
ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുതാണെന്ത് ഗോദാവരി നദി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ നീളം എത്രയും വരിക 1465 ആണ് അല്ലേ, 65 കിലോമീറ്റർ. 1465 കിലോമീറ്ററാണ് ഈ ഗോദാവരി നദിയുടെ നീളം. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുതാണ് ആര്, ഗോദാവരി നദി അല്ലേ. അത് വൃദ്ധഗംഗ എന്നും ഗോദാവരി അറിയപ്പെടുന്നു. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട്? ബ്രൗൺ ഡയമണ്ട് അല്ലേ, അത് ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ ഡയമണ്ട് ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ ഡയമണ്ട് ലിഗ്നൈറ്റ് ആണ്. ഇനി താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പാവപ്പെട്ടവൻ്റെ ബാങ്ക്. പാവപ്പെട്ടവൻ്റെ ബാങ്കാണ് RBIയുമായി ബന്ധമില്ലാത്തത് അല്ലേ. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്ക്, ഇതെല്ലാം എന്താണ്, RBIയുമായി കണക്ഷൻ ഉള്ളതാണ്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്ക്, ഇവർ 3 പേരും RBIയുമായി ബന്ധമുണ്ട്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്ക്, ഇത് 3ഉം RBIയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്, ബന്ധമുള്ള കാര്യങ്ങളാണ്. അടുത്തത്, കാർഷിക മേഖലാ വികസനം, ചെറുകിട വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡാണ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡ്. നബാർഡാണ് അത്. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആരാണ്? ദാദാഭായ് നവറോജി. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആരാണ്? ദാദാഭായ് നവറോജി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏതൊക്കെയാണ്? എ, ജൈവകൃഷി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലാത്തൊരു പ്രസ്താവന. നീതി ആയോഗിൻ്റെ ലക്ഷ്യമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ബാക്കിയുള്ള ബിയും സിയും ഡിയും നോക്കാം. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ഇത് 3ഉമാണ് ലക്ഷ്യമായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽപ്പെടുന്നു? ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ തൃതീയ മേഖലയിൽപ്പെടുന്നു. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നീ 3 മേഖലയുണ്ട്. പ്രാഥമികം എപ്പോഴും ഇവിടെ വരിക കൃഷിയിലായിരിക്കും വരിക. ദ്വിതീയം വരുന്ന എപ്പോഴും വ്യവസായത്തിലായിരിക്കും. ബാക്കി ഹോട്ടൽ, ബാങ്കിങ് മുഖേനയൊക്കെ എന്താ വരിക? തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ. ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തിൻ്റെ രൂപീകരണം ബന്ധപ്പെട്ടതാണ്? RBI രൂപീകരണം. ഹിൽട്ടൺ യങ് കമ്മീഷൻ RBI രൂപീകരണം. ഹിൽട്ടൺ യങ് കമ്മീഷൻ RBI രൂപീകരണം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ആൻസർ ആമുഖം. ഓക്കെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് എവിടെ എഴുതിയിട്ടുണ്ട്? ആമുഖത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് പെടാത്തത് എന്ന് പറയുന്നു അല്ലേ. വകുപ്പ് 44 കൂട്ടത്തിൽ പെടാത്തത് വകുപ്പ് 44 എന്നുള്ളതാണ് അല്ലേ. വകുപ്പ് 44 ശരിക്കും എന്താണ്? യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്? വകുപ്പ് 44.
യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നതാണെന്ത് വകുപ്പ് 44. ഇവിടെ ലിറ്റിൽ കൺഫ്യൂഷൻ എനിക്കുണ്ട്, അപ്പോൾ ഒന്ന് പറയാം. വകുപ്പ് 44 എന്താണ്? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 44 എന്ന് പറഞ്ഞ കാര്യം. അതുപോലെ സ്ഥാനപ്പേർ നിർത്തലാക്കുക, അല്ലേ? ഇവിടെ പറഞ്ഞേക്കുന്നതിൽ സ്ഥാനപ്പേർ നിർത്തലാക്കുക തെറ്റാണ് ഈ പ്രസ്താവന, അല്ലേ? സ്ഥാനപ്പേർ നിർത്തലാക്കുക എന്ന വകുപ്പാണ് ഇത് വകുപ്പ് 18. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലാണ്. അതുപോലെ നിർബന്ധിത ജോലിക്ക് അല്ലെങ്കിൽ അടിമ ജോലിക്ക് ചെയ്യുന്ന സംഭവമാണെന്ത്? വകുപ്പ് 23 എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത്. തൊട്ടുകൂടായ്മ 17 നമുക്കറിയാം. ഓക്കെ. നൽകുവാൻ പാടില്ല വകുപ്പ് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനപ്പേര് നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. രാഷ്ട്രം കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. അപ്പോൾ ബാക്കി പ്രസ്താവനകളൊക്കെ ശരി തന്നെ, അല്ലേ? ശരിയാവാം, ശരിയല്ല എന്നുള്ളതാണ് വരുന്നത്. വകുപ്പ് 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് രൂപീകരിച്ചതാണെന്താ വകുപ്പ് 44 എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ. വകുപ്പ് 18 ശരിക്കും എന്താണ്? ഒരു സ്ഥാനപ്പേര് നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 18 എന്നുള്ളത്. 17 എന്നുള്ളത് അൺടച്ചബിൾ, തൊട്ടുകൂടായ്മ, അല്ലേ? അതാണ്. 23 പറഞ്ഞാൽ നിർബന്ധിത ജോലി ചെയ്യിക്കരുത്, അതിന് നിരോധനമാണെന്ത്? വകുപ്പ് 23 എന്ന് പറയുക. ഇനി ചേരുംപടി ചേർക്കുക, ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അതിൽ ആൻസർ ഓപ്ഷൻ ഡിയിലാണ് വരിക, അല്ലേ? അതിനകത്ത് 42ാം ഭേദഗതി ഏതാണ് വരിക? 42ാം ഭേദഗതി ഏറ്റവും ചെറിയ ഭേദഗതി. 42ാം ഭേദഗതി ചെറിയ ഭേദഗതി ഡി ആണ് വരിക, അല്ലേ? ചെറിയ ഭേദഗതി അതെന്താണ്? മൗലിക ഘടകങ്ങളുമായി കണക്ട് ചെയ്യാൻ പറ്റും. 42 ചെറിയ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 42ാം ഭേദഗതി ചെറിയ ഭരണഘടനാ ഭേദഗതിയാണ്, അത് മൗലിക കടമകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി 44ാം വകുപ്പ്, 44ാം ഭേദഗതി എന്ന് പറയുമ്പോൾ എന്താണ്? 44 വകുപ്പ് 300A ആണ്, അല്ലേ? 300A അത് 1978 വരുന്ന സ്വത്തവകാശത്തെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. 44 വകുപ്പ് 300A ആണ്, അത് 1978 വന്നേക്കുന്നത്. ഇനി 73ാം ഭേദഗതി പറയുമ്പോൾ എപ്പോഴും എന്താ വരിക? 73ാം ഭേദഗതി അത് 9ാം പട്ടിക, അല്ലേ? 9 10 11 11ാം പട്ടികയാണ്. ത്രിതല പഞ്ചായത്ത് 73 പഞ്ചായത്ത് രാജൊക്കെ പഠിക്കുന്നില്ലേ? ആ സമയത്ത് വരുന്നതാണത്. 73 വകുപ്പ്, അല്ലേ? വകുപ്പ് ഏതാണ് വരുന്നത്? 9 10 11 12 11 10 11. ഓക്കെ. അപ്പോൾ 11ാം പട്ടിക 73ാം ഭേദഗതി ത്രിതല പഞ്ചായത്താണ് വരിക. 86ാം ഭേദഗതി ശരിക്കും എന്താണ് വരിക? 21A, അല്ലേ? 21 നമുക്കറിയാം എന്താ? വിദ്യാഭ്യാസം മൗലികാവകാശം. ഒന്നുകൂടി 42ാം ഭേദഗതി എന്ന് പറയുമ്പോൾ എന്താണ്? 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറിയ ഭരണഘടന, അല്ലേ? അതെന്താ പറയുക? മൗലിക കടമകളാണ്. അടുത്തത് 44ാം ഭേദഗതി എന്താണ്? 44ാം ഭേദഗതി 300A ആണ് വരിക. അത് 300A 1978 അതിലാണ് വന്നേക്കുന്നത്, അന്നാണ് ഇറങ്ങിയേക്കുന്നത് സ്വത്തവകാശം. 73 പറയുമ്പോൾ അതെന്താണ്? 9 10 11 11ാം പട്ടികയിൽ വരുന്ന ത്രിതല പഞ്ചായത്തിനെ കുറിച്ചാണ് പറയുന്നത്. 86ാം ഭേദഗതി എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്? വകുപ്പ് 21A ആണ്, വിദ്യാഭ്യാസം, അല്ലേ? നമുക്ക് 42ാം ഭേദഗതി നമുക്ക് ശരിക്കും അറിയാം, അല്ലേ? ഇതൊക്കെ ത്രിതല പഞ്ചായത്ത് 73ാം ഭേദഗതിയാണ്. 44 പറയും 78 ഉണ്ടാക്കിയതാണെന്നറിയാം, അല്ലേ? വിദ്യാഭ്യാസം മൗലികാവകാശം എന്ന് പറയുമ്പോൾ അത് 86 വന്നാണ് നമുക്കറിയാം, അല്ലേ? അപ്പം ഈ പട്ടികയും കൂടി കുറച്ച് പഠിച്ചു വെച്ചേക്കണം എന്നുള്ളതേ ഉള്ളൂ. ഒന്നുകൂടി 42ാം ഭേദഗതി എന്ന് പറയുമ്പോഴത് ചെറിയ ഭരണഘടനാ ഭേദഗതിയാണ്. 44 എന്ന് പറയുമ്പോൾ എന്താണത്? 300, അല്ലേ? 44 എന്ന് പറയുമ്പോൾ 300A ആണ്. 73ാം ഭേദഗതി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണത്? 11ാം പട്ടികയാണ്. 86ാം ഭേദഗതി ശരിക്കും എന്താണത്? 21A വരുന്നതാണ്. അപ്പോൾ വകുപ്പുകളെക്കുറിച്ച് ധാരണയായി. ഇനി അതിൻ്റെ ഏതിലാണ് വന്നേക്കെന്ന് നോക്കാം. 42ാം ഭേദഗതി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണത്? മൗലിക കടമകൾ എന്നുള്ളതാണത്. 44ാം ഭേദഗതി ശരിക്കും എന്താണ്? 1978 പുറത്തിറക്കുന്നത്. 73ാം ഭേദഗതി വരുമ്പോഴും എന്താണത്? ത്രിതല പഞ്ചായത്താണ്. 86 എന്ന് പറയുമ്പോഴോ വിദ്യാഭ്യാസം മൗലിക അവകാശം. ഇനി തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? അതായത് 1 2 3 4 5 6 ഉണ്ട്. വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചയും.
വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചയും ഒക്കെ കൺകറന്റ് ലിസ്റ്റിൽ പെട്ട കാര്യങ്ങളാണ്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? 4-മത്തത് മാത്രമാണ് ആൻസർ അല്ലേ? പെടാത്തത് 4-മത്തതാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്നത് ആരൊക്കെയാണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റും. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമാണ്. പോക്കറ്റ് വീറ്റോ അധികാരം അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരമാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 104-ാം ഭേദഗതി. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ഇവിടെ ഏതൊക്കെയാണ്? ഇത് ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ കറക്റ്റ് ആൻസർ നമുക്കില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അതായത് 1994 കേരള പഞ്ചായത്തി രാജ് ആക്ടിലെ കേരള പഞ്ചായത്തി രാജ് നിയമം, അതിലെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ 10(1) പ്രകാരം നിർമ്മിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് അല്ലെങ്കിൽ കമ്മീഷനാണ് ഇത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. അത്ര അറിഞ്ഞിരിക്കുക. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം, 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് അതിൻ്റെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ 10(1) സെക്ഷൻ 10(1) പ്രകാരം കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 10(1) പ്രകാരം രൂപീകരിച്ച കമ്മീഷനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. തിരഞ്ഞെടുപ്പിനെ കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അവിടെ പറയുന്നുണ്ട്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 1, 2, 4 ശരിയാണ്. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. ഇതിൻ്റെ കാലാവധി 5 വർഷമാണ് അല്ലേ? ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് ഇതിൻ്റെ ചെയർമാൻ. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് 280. ഇതിൻ്റെ കാലാവധി 5 വർഷമാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് ഇതിൻ്റെ ചെയർമാൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇത് 3 ശരിയായ പ്രസ്താവനകളാണ്. അതായത് സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം, 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽരഹിത വേതനം നൽകണം, ദേശീയ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങളുണ്ട്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങൾ. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരെ കണക്കാക്കുന്നത്? 60 വയസ്സ്. 60 വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന അംഗമായി കണക്കാക്കുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രി അല്ലേ? അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രി തന്നെയാണ്. വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? റാം ഡിയോ മിശ്ര. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജിയുടെ
രചയിതാവ് റാംഡിയോ മിശ്ര. താഴെ പറഞ്ഞതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? മൂന്നാമത്തതാണ്. ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും നോക്കാം. UNEP സ്ഥാപിതമായ വർഷം 1972. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം 1971. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം 1971. നെക്സ്റ്റ് വർഷം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആൻസർ 1, 2, 3 ശരിയാണ് അല്ലേ? 3 പ്രസ്താവനകളും ശരിയാണ്. സാൽമണല്ല ടൈഫ് പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. സാൽമണല്ല ടൈഫോയിഡ് ഓർത്ത് വെച്ചേക്കുക. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണുന്നു. മലേറിയയുടെ ജീവി നമുക്കറിയാം, പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം എന്ന പാരസൈറ്റ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന എന്നിവ തുടങ്ങിയ ലക്ഷണം കാണിക്കുന്നു. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ന്യൂമോണിയ ഉണ്ടാക്കുന്നു. ഇനി മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ വിപുലമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് തെളിയിക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തക രചയിതാവ്. 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ 6th എക്സ്റ്റിങ്ഷൻ ആൻ അൺയൂഷ്വൽ ഹിസ്റ്ററി. 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം. ഇത് രചയിതാവ് ആരാണ്? എലിസബത്ത് കോർട്ട്ബിൽ. 6ാം വംശനാശം എലിസബത്ത് കോർട്ട്ബിൽ. 6ാം വംശനാശം എഴുതിയത് എലിസബത്ത് കോർട്ട്ബിൽ. അല്ലെങ്കിൽ ദ 6th എക്സ്റ്റിങ്ഷൻ, 6th സെൻസ് അല്ല, 6th എക്സ്റ്റിങ്ഷൻ, 6ാം വംശനാശം എക്സ്റ്റിൻറ്റ് ചെയ്തു. അതാണെന്ത്? എലിസബത്ത് കോർട്ട്ബിൽ. ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ്. പെർമിറ്റാണെന്ത്? കാർബൺ ക്രെഡിറ്റ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെയാണ്? കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 15.0 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഇതിന് ആൻസർ വ്യക്തമായിട്ട് അവിടെ ഇല്ല. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം അല്ലേ, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ദൂരം അല്ലെങ്കിൽ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം F ആണെങ്കിൽ അതിൻ്റെ വക്രതാ ആരം എപ്പോഴും എന്തായിരിക്കണം? R അതിൻ്റെ പകുതിയായിരിക്കും. അതായത് ഇക്വേഷൻ എങ്ങനെ എഴുതാം? F = R/2 എന്ന ഇക്വേഷനാണ്. ഫോക്കസ് ദൂരം F ആണെങ്കിൽ R/2 വക്രതാ ദൂരത്തിൻ്റെ പകുതിയാണ് എപ്പോഴും എന്ത്? ആറിൻ്റെ പകുതി. വക്രതാ ദൂരത്തിൻ്റെ പകുതിയാണല്ലേ വക്രതാ ആരം. ആറിൻ്റെ പകുതിയാണ് എപ്പോഴും F അല്ലേ? F = R/2. അങ്ങനെ വരുമ്പോഴും നമുക്കെന്താണ്? 15.0/2 നമുക്ക് എഴുതാൻ പറ്റില്ലേ? 0.75 ആൻസർ വരാം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം F ആണെങ്കിൽ ആ ദർപ്പണത്തിൻ്റെ വക്രതാ ആരം എപ്പോഴും എന്താണ്? അത് വക്രതാ ആരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയായിരിക്കും, R/2. അതായത് F = R/2 എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇത് ഏത് വന്നാലും ചെയ്ത് നോക്കാൻ പറ്റും. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഈ സാധനം. F = R/2 എന്ന് പഠിച്ചു വെക്കുക അല്ലേ? 0.75 എന്നായിരിക്കും വരിക. ഇനി എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തിനോട് ബന്ധമില്ലാത്ത ഏതാണ്? മാലൂസ് നിയമം. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ മാലൂസ് നിയമമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? സ്പാഡെക്സ്. പദാർത്ഥ കണികകളുടെ അതായത് സ്വഭാവം ആയി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡി ബ്രോഗ്ലി. CuNH3 6Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ +3 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. H2O വാട്ടർ അല്ലേ? വാട്ടർ NH3 OH- എല്ലാം.
H2O, NH3, OH- എന്നിവ ലോയിസ് ബേസുകളാണ്. 2023 രസതന്ത്ര നൊബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ക്വാണ്ടം ഡോട്ട്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. ഒന്നാമത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ല. താഴെ പറഞ്ഞതിൽ ശരിയായ പ്രസ്താവനകളുണ്ട്. അതിനകത്തൊന്നും ശരിയില്ല, അതുകൊണ്ട് നമുക്കൊന്നും ആൻസർ ഇല്ല കേട്ടോ. താഴെ പറഞ്ഞ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തി തിരിച്ചറിയാം. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അതിലാരാണ് ബന്ധപ്പെടുക എന്ന് ചോദിച്ചാൽ അയ്യത്താൻ ഗോപാലനെ കുറിച്ചാണ് ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. അയ്യത്താൻ ഗോപാലൻ. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം, അയ്യത്താൻ ഗോപാലൻ. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. റാവു സാഹിബ്. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം, റാവു സാഹിബ് എന്നത് കണക്ട് ചെയ്യാം. പിന്നെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഓക്കെ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി പുരുഷന്മാരുടെ ക്രിക്കറ്റ്, അതിൽ 1ഉം 4ഉം നമുക്ക് വായിച്ചു നോക്കാം. 2002, 2013, 25 വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാർ 2002, 2013, 2025 വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കൾ ആയി. ഓക്കെ. ഇനിയുള്ളത് ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000ആണ്. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000ആണ്. ഒരു മെയിൻ പോയിന്റ് ഇവിടെ 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാർ ഇന്ത്യക്കാണ് വിജയം കിട്ടിയത്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാർക്ക് 2005 വിജയിച്ചിട്ടുണ്ട്. ഓക്കെ. 50. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1ഉം 3ഉം പ്രസ്താവന ശരിയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അടുത്തത് 3ാമത്തത്, ഈ പദവിയിൽ, ഇതൊരെണ്ണം ശരിയാണ്. 3ാമത്തത്, ഈ പദവിയിലെത്തുന്ന ഏത് പദവിയിലാണ്? അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷ ഒരു ആഫ്രിക്കൻ വംശജയാണ്. ആദ്യത്തെ ആഫ്രിക്കൻ വംശജ ആരാണ്? ക്രിസ്റ്റി കവൻട്രിയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷ ആദ്യത്തെ വനിത ക്രിസ്റ്റി കവൻട്രി. അവരൊരു ആഫ്രിക്കൻ വംശജയാണ്. ക്രിസ്റ്റി കവൻട്രി ആഫ്രിക്കൻ വംശജ. കൂടാതെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷ ക്രിസ്റ്റി കവൻട്രി ആഫ്രിക്കൻ വംശജയുമാണ്. ഓക്കെ. 50 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കഴിഞ്ഞു. അടുത്ത 50 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ. അതിൻ്റെ ഇംഗ്ലീഷും മലയാളത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നോക്കാം. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. തൊട്ട് താഴെ നമുക്ക് വരുന്നുണ്ട്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.